പരുന്തുംപാറ വ്യൂ പോയിന്റിന് താഴെ സ്ഥാപിച്ച കുരിശ് പൊളിച്ചു നീക്കിയ ശേഷമായിരുന്നു റവന്യൂ വകുപ്പ് പോലീസിൽ പരാതി നൽകിയത്. ഇടുക്കി ജില്ലാ കളക്ടറുടെ നിരോധനാജ്ഞ ലംഘിച്ച് നിർമ്മാണം നടത്തിയെന്നാണ് സജിത് ജോസഫിനെതിരായ കേസ്. പീരുമേട് LR തഹസിൽദാരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് വണ്ടിപ്പെരിയാർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. കുരിശ് നിർമ്മിച്ചത് നിരോധനാജ്ഞ ലംഘിച്ചെന്നാണ് FIRലുള്ളത്. ഇത് നീക്കം ചെയ്തെന്നും വ്യക്തമാക്കുന്നു. റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ കൂടി നിലനിൽക്കെയാണ് ഇവിടെ വലിയ കുരിശ് സ്ഥാപിച്ചത്. ഫെബ്രുവരി 24-ന് മാതൃഭൂമി ന്യൂസ് ഇവിടെ എത്തി ഈ വാർത്ത ചിത്രീകരിക്കുമ്പോൾ ഈ തേയിലക്കാടുകൾക്കിടയിൽ കുരിശുണ്ടായിരുന്നില്ല. ആ ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വന്നപ്പോഴാണ് പെട്ടെന്നുള്ള നടപടിയിലേക്ക് റവന്യൂ വകുപ്പിന് പോകേണ്ടി വന്നത്. പ്രത്യേക റവന്യൂ സംഘത്തിന്റെ ഭൂമി പരിശോധന തുടരുകയാണ്. SIT റിപ്പോർട്ടിലുള്ള കയ്യേറ്റ ഭൂമികളുടെ കൈവശക്കാരുടെ രേഖകളാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത്. സർവേ സംഘം 9 ഇടങ്ങളുടെ പരിശോധന പൂർത്തീകരിച്ച് ആദ്യഘട്ട റിപ്പോർട്ട് റവന്യൂ സംഘത്തിന് കൈമാറിയിട്ടുമുണ്ട്. ഇപ്പോഴത്തെ ക്രിമിനൽ നടപടികൾ സജിത് ജോസഫിൽ ഒതുങ്ങരുത്. പരുന്തുംപാറ കയ്യേറി വെച്ച് വലിയ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയ മറ്റു പലരും കൂടിയുണ്ട്. അവർക്കെതിരെ കൂടി റവന്യൂ വകുപ്പ് ശക്തമായ നടപടികളിലേക്ക് പോകണം. വിജേഷ് പുതുവശ്ശേരിക്കൊപ്പം പരുന്തുംപാറയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.